നമ്മുടെ ഈ വലിയ രാജ്യത്ത് ആർക്കാണ് ഇതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്നത്? ഈ രാജ്യത്തിന് തന്നെയാണ് നഷ്ടം ഉണ്ടാകുന്നത്. നമ്മുടെ വില്ലേജ് രണ്ട് കൂട്ടർ ഒരുമിച്ച് അടിക്കുകയും ബഹളവും ആൾക്കാർ പ്രശ്നം. അവസാനം മൂന്നാമത്തെ ദിവസം ഏകദേശം 2 ക്രിസ്ത്യൻ പള്ളികൾ ഇവർ കത്തിക്കുന്നു. അതായത് പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ്, ലോക്കൽ പോലീസിൻ്റെ സഹായത്തോടു കൂടി അവിടെയുള്ള സംഘപരിവാറും ബജരാംഗികളും വരുന്നു. ഇത് കത്തിച്ചു. ഇത് നാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തു. ഇത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തു. ഒരു ശവസംസ്കാരത്തിൻ്റെ പേരിൽ ഇത്ര കലാപം, പള്ളികൾ കത്തിക്കുന്നു. ഏത് രീതിയിലുള്ള പ്രതിച്ഛായയാണ് ഇന്ത്യയെ പറ്റി ഗ്ലോബലി പോകുന്നത്? ഇന്ത്യ ഭരിക്കുന്നതിനെ പറ്റി വളരെ നെഗറ്റീവായിട്ട് ഈ സംഭവങ്ങൾ അങ്ങ് പോകും. അത് ഗ്ലോബലായിട്ട് ബാധിക്കുകയും ചെയ്യും. കാരണം ഭരിക്കുന്ന മുന്നണിയെ, കാരണം അവരാണ് മുഴുവൻ ഇത് കൺട്രോൾ ചെയ്യുന്നത്. കാരണം അവർ പറഞ്ഞാലാണ് പോലീസ് കേൾക്കുന്നത്. പിന്നീട് അടിയായി, ബഹളമായി, തിരിച്ചു അടിയായി. അത് 19-20 പോലീസുകാർ ഇഞ്ചുവേർഡായി. ഏകദേശം 30 അവിടെയുള്ള നാട്ടുകാർ ഇഞ്ചുവേർഡായി. എന്നിട്ട് അറിയാൻ സാധിച്ചത് മറ്റുള്ള ക്രിസ്ത്യൻ ഭീം ആർമി പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് അങ്ങ് എമേർജായി കഴിഞ്ഞ 2-3 മാസം കൊണ്ട്. അതാണ് ഈ സംഘപരിവാറിന് തിരിച്ചടി കൊടുക്കാൻ തുടങ്ങി. അടി കൊടുക്കുക, തിരിച്ചടി. ഈ രീതിയിലോട്ടാണ്. ഇത് മാറരുത്, ഇങ്ങനെ ഉണ്ടാവരുത്. ഇത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമാണ്. ഇവർക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഇതുണ്ടാവരുത്. ഈ രീതിയിലോട്ട് കാര്യങ്ങൾ അങ്ങ് മാറി. ഒരു കമ്മ്യൂണിറ്റിക്ക് 2 വിഭാഗമായിട്ടങ്ങ് മാറുകയാണ്. ഇതിൻ്റെയൊക്കെ എന്തോ ആവശ്യമാണ്. അത് അജണ്ട വെച്ച് പെരുമാറുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം അവിടെയുള്ള നാട്ടുകാരോട്, മറ്റു പല ആൾക്കാരോട് ഫോണിൽ വിളിച്ച് ചോദിച്ചു. അവിടെ മലയാളികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്നത്, അതായത് അവിടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പണ്ട് മുതലേ. അതായത് ശവം അടക്കം മറ്റുള്ള സംഭവത്തിൽ. അതായത് സംഘപരിവാർ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്ത് ഖർവാപ്പസിക്ക് നോക്കിയ സ്ഥലമാണ് ഈ കങ്കർ, ഈ പറയുന്ന മേഖല മുഴുവനും. ഇവർ വലിയൊരു വിഭാഗം ക്രിസ്ത്യൻസ്, അവർ വളരെ സമാധാനപ്രിയര്. അവരുടെ ലൈഫും ഒക്കെ ചേഞ്ചായി. അതായത് ഒരു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതാകുന്നു. അവിടെ ഭീം ആർമി എന്ന് പറഞ്ഞൊരു പുതിയ എമേർജിങ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അതായത് BJPക്കകത്ത് തന്നെ. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ. വോട്ട് മാറുമോ? അതായത് അത് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഈ പ്രദേശങ്ങൾ ഇല്ലാതാവൂ. ഇതിൻ്റെ ഓരോ തുടക്കമെന്ന നിലയിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്.